ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. സോ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെ 6ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും 5ാമത്തെ പടമായ ബാലറീന സ്റ്റാറിങ് ആന ഡി അർമാസ് 2-3 ദിവസം മുന്നേ തിയേറ്ററിൽ പോയി കണ്ടിരിക്കുകയാണ്. സോ ആസ് എ ജോൺ വിക്ക് ഫ്രാഞ്ചൈസി ഫാൻ ആൻഡ് എ ആക്ഷൻ ഫിലിം ഫാൻ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പടം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കിട്ടിയില്ല, തീപ്പൊരി എന്നൊക്കെ വേണം പറയാം. നല്ല പക്ക സോളിഡ്. എന്താണോ എന്തിൻ്റെ പേരിലാണ് ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ജോൺ വിക്ക് ഫിലിംസ് തന്നെ ലേബൽ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, അത് അതിൻ്റെ ഒരു പരിപൂർണമായ വൃത്തിയെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പടത്തിന് ത്രൂ ഔട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് ഓഫ് കോഴ്സ് ആക്ഷൻ ഒരു പഞ്ഞമില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഇടി. അതന്നെ നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. അല്ലാണ്ട് ചില സിനിമയെ പോലെ കുറച്ച് സ്റ്റാർട്ടിങ്ങിലൊരു ആക്ഷൻ, പിന്നെ അങ്ങനെ സ്റ്റോറി ബിൽഡപ്പ്, പിന്നെ ഇടയ്ക്കൊരു ഇൻ്റർവൽ പഞ്ചിനൊരു ആക്ഷൻ, പിന്നെ പ്രീ ക്ലൈമാക്സിനും കുറച്ച് ആക്ഷൻ, കഥം അതിൻ്റെ ഉള്ളിൽ കുറച്ച് സോ കോൾഡ് സ്റ്റോറി, അങ്ങനെയല്ല. ഇത് ആക്ഷൻ തന്നെയാണ് ഈ പടത്തിൻ്റെ സ്റ്റോറി. എനിക്ക് ആകെ ഒരു 5 മാക്സ് പോയാൽ 5 to 6 മിനിറ്റ് മാത്രം കുറച്ച് കോൺവെർസേഷനും വേൾഡ് ബിൽഡിങ്ങിനും കിട്ടും. അല്ലാത്തപ്പോൾ ചറ പൊരി അടി തന്നെയാണ്, അടിയോടടി എന്നൊക്കെ പറയാം. സോ എല്ലാ ആക്ഷൻ സീനും നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ തിയേറ്ററിനകത്ത് ഇതൊരു പക്ക സംഭവം തന്നെയാണ്. ഇതൊരു സ്ട്രീറ്റ് തന്നെ വേണം പറയാം. കാരണം ജോൺ വിക്ക് ഫ്രാഞ്ചൈസിയിൽ നിന്ന് വരുമ്പം ഒരു പടം വരുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം എങ്ങനെ പോയാലും ആക്ഷൻ വൈസ് ആയാലും കൺവിക്ഷൻ വൈസ് ആയാലും ഈ പടം വേറെ ലെവലാകുന്നു. സോ ആ ഒരു പ്രതീക്ഷ തെറ്റിക്കാണ്ട് എന്തുകൊണ്ടും ജോൺ വിക്ക് യൂണിവേഴ്സിലേക്ക് ഒരു വേർത്തി എഡിഷൻ ആയിട്ടാണ് ബാലറീന എനിക്ക് അനുഭവപ്പെട്ടത്. അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡസൻറ്റ് ട്രൈ ടു ബി യെറ്റ് അനദർ ജോൺ വിക്ക്. മറ്റൊരു ജോൺ വിക്ക് അല്ലെങ്കിൽ ജോൺ വിക്കിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ ആവാൻ വേണ്ടി മിമിക്ക് ചെയ്യാണ്ട് അതിൻ്റെ തന്നെ ഒരു ഓൺ സ്റ്റോറി, ഓൺ ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ വെച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഒരു വേറൊരു ജോൺ വിക്ക് ആക്ഷൻ ഉണ്ട്, ജോൺ വിക്ക് യൂണിവേഴ്സുമായിട്ട് ലിങ്കപ്പുമാണ്, ജോൺ വിക്കിൻ്റെ ക്യാമിയോ വരെ ഉണ്ട്. സോ യെസ്, ഒരു ജോൺ വിക്ക് പടമാണ്, ജോൺ വിക്ക് യൂണിവേഴ്സ് പടമാണെങ്കിൽ പോലും എക്സാക്റ്റ് ആ ജോൺ വിക്ക് ഫിലിമിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് അല്ല. ഇതിൻ്റേതായ രീതിയിൽ തന്നെ അവർ കാര്യങ്ങൾ കാണിക്കാനും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ്. അതിനൊപ്പം തന്നെ കിടിലൻ ആക്ഷനും പിന്നെ ആബ്സലൂട്ട്ലി ബ്രില്യൻ ആന ഡി അർമാസ് ഷോയും. അതാണ് ബാലറീന. എന്താണോ പ്രതീക്ഷ അത് എനിക്ക് നല്ല വൃത്തി കിട്ടിയിട്ട് എന്തുകൊണ്ടൊരു സാറ്റിസ്ഫൈഡ് തിയേറ്റർ വാച്ച് തന്നെയാണ്. തിയേറ്റർ വാച്ച് എന്ന് പറയുമ്പം ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. കാരണം ഇതിൻ്റെ മെയിൻ സാധനം വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ആണ്. ഡോൾബി അറ്റ്മോസ് മസ്റ്റ് എക്സ്പീരിയൻസ് സാധനമാണ്. നിങ്ങളിത് OTT വന്നിട്ടും പിന്നെ നിങ്ങളുടെ ഹെഡ്സെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ ബ്ലൂടൂത്തും എന്താ പറയുക ഡോൾബി ഹോം തിയേറ്ററിലൊക്കെ വെച്ചിട്ട് കാണുന്നതല്ല. ഇതിൻ്റെ യഥാർത്ഥ ഒരു സംഭവം എന്ന് വെച്ചാൽ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിക്കൽ സ്പീക്കേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച സൗണ്ടാണ്. അത് കിടിലനായിട്ട് നല്ല ഡോൾബിയിൽ അറ്റ്മോസ്ഫിയർ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡോൾബി ഉള്ള തിയേറ്റേഴ്സ് തന്നെ നിങ്ങൾ കാണുകയാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. തിയേറ്ററിൽ നിന്ന് കാണുകയാണെങ്കിൽ മാക്സിമം ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന തിയേറ്ററിൽ നിന്ന് മാത്രം തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ദിസ് ഈസ് എ മസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഡോൾബി. കാരണം ഇതിൻ്റെ ഒരു പരിപൂർണ്ണത നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പീക്ക് അല്ലെങ്കിൽ കോർ എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ ഡോൾബി ഉള്ള തിയേറ്റേഴ്സ് തന്നെ കാണണം. ഞാൻ കണ്ടതൊരു ഡോൾബി അറ്റ്മോസ് ഉള്ള ഒരു തിയേറ്ററിലായിരുന്നു ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് നെക്സ്റ്റ് ലെവൽ. സോ ഡോൾബി പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ DCPനെ പറ്റും പറയണം. കിട്ടില്ല, നല്ല വൈബ്രൻ്റ് ആൻഡ് കുറേ അടിപൊളി, കണ്ണിന് നിങ്ങൾക്കൊരു ഫീസ്റ്റ്, ഐ വിഷ്വൽ ഫീസ്റ്റ് എന്നൊക്കെ പറയും. നല്ല കളർ ഗ്രേഡിങ്, നല്ല ഒന്നാം തരം ഫ്രെയിംസ്, ഒരു വൈബ്രൻ്റ് എന്ന് പറയുന്നില്ല, കുറേ കളറുകൾ നിങ്ങൾക്ക് നല്ലൊരു കോൺട്രാസ്റ്റ് തന്നെ കാണാൻ സാധിക്കാതെ നിങ്ങൾക്കറിയാം. യൂണിവേഴ്സും അതിൻ്റെ കളറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടുള്ള പടങ്ങളിൽ കണ്ടാണ്. സോ കളർ ഫുള്ളായി നിൽക്കുന്ന ഒരു പാക്ക്ഡ് സാധനമാണ്. സിനിമാറ്റോഗ്രാഫി ആവട്ടെ, കളർ ഗ്രേഡിങ് ആവട്ടെ, വിഷ്വൽസ് ആവട്ടെ, ലൈറ്റിംഗ് ആവട്ടെ, നമുക്കറിയാമല്ലോ നിയോൺ സെറ്റപ്പ് നിങ്ങളെ കണ്ണിനെ അങ്ങ് കുളിർമേൽപ്പിക്കേണ്ട സംഭവമുണ്ട്. സോ ഒരു 4K തിയേറ്റേഴ്സിന് കണ്ടാൽ അങ്ങേയറ്റം 2K, ഞാൻ 2K തിയേറ്റർ വിത്ത് ഡോൾബി അറ്റ്മോസിലാണ് കണ്ടെങ്കിൽ പോലും 2Kയിൽ എനിക്കൊരു 4K എക്സ്പീരിയൻസ് ഇതിൻ്റെ DCPയുടെ പവർ അല്ലെങ്കിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റി കാരണം എനിക്ക് അനുഭവപ്പെട്ടെങ്കിൽ ഒരു 4K പടത്തിൽ പ്രൊജക്ടറിലൊക്കെ കാണുമ്പോൾ അങ്ങേയറ്റം 4K ഡോൾബിയും കണ്ടാൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങനെയായ എക്സ്പീരിയൻസ് ആണ്. കൊടുക്കുന്ന പൈസ വസൂല് സാധനം. സോ അത്രയേ ഉള്ളൂ ഈ പടത്തിൻ്റെ ടെക്നിക്കൽ വശത്തിനെ പറ്റി പറയാൻ. ഇനി നേരെ നമ്മൾ വരുന്നത് ഇതിൻ്റെ മെയിൻ സംഭവം ആന ഡി അർമാസ്. ഓ മൈ ഗോഡ്, ഐ എം നോട്ട് എക്സാജറേറ്റിംഗ് ദിസ് ബിക്കോസ് ഷീ ഈസ് മൈ വൈഫ്, ബട്ട്
അന ഡി അർമാസ് എന്ന് പറഞ്ഞ നടീൻ്റെ ഒരു ഫാനാണ് ഞാൻ. ആക്ടിങ് ആവട്ടെ, പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഗ്രേസ്, എലഗൻസ്, ലുക്ക്, ഹാൻഡ്സംനെസ്, പ്രിറ്റിനെസ്, ക്യൂട്ട്നെസ്, എന്താ അങ്ങനെ പറഞ്ഞാൽ തീരുമില്ല. കാരണം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് വുമൺ ഓർ ആക്ട്രസ് ഇൻ ദ എൻറ്റയർ വേൾഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അന ഡി അർമാസിൻ്റെ ഫാൻ ഫോളോയിങ് അല്ല, അന ഡി അർമാസിൻ്റെ ആ ഒരു കൾട്ട് ഫാൻ ബേസ് നിങ്ങൾ അറിയാത്തവരുണ്ടാവില്ല. കാരണം സോഷ്യൽ മീഡിയയും ഹോളിവുഡ് ഫിലിംസും പോപ്പ് കൾച്ചറൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അന ഡി അർമാസിൻ്റെ ആ ഒരു ഒരു കൾച്ചറൽ വാല്യൂ നിങ്ങൾക്ക് ഈ പോപ്പ് കൾച്ചർ അല്ലെങ്കിൽ സിനിമാ ലോകത്ത് നിങ്ങൾക്ക് അറിയാത്തവരായിട്ടുണ്ടാവും. സോ അന ഡി അർമാസ് ജസ്റ്റ് ലിറ്ററലി സെറ്റ് ദ ഫിലിം ഓൺ ഫയർ. പെണ്ണെ നീ തീയാവൂ എന്നൊക്കെ പറയില്ലേ. സോ ലിറ്ററലി ദിസ് വുമൺ ബിക്കെയിം ദ തീ. ഷീ ഈസ് ഫയർ, വൈൽഡ് ഫയർ എന്നൊക്കെ വേണം പറയാം ചില നേരം. ആ ഒരു ഷീ ഈസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഇഫ് ദിസ് മൂവി ഡസൻറ്റ് ഈവൻ ഷോ എനി ആക്ഷൻ ഓർ എനിത്തിങ്, you can just keep on watching her on that big screen. What an elegant face card. Her face card is more lethal than those grenades, bombs and guns. Literally any weapon in this film. അത്രയൊരു നമ്മുടെ ആയുധത്തേക്കാൾ മൂർച്ചയേറിയ ഒരു ഒരു സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ്. സോ പുള്ളിക്കാരത്തി ഡൂയിങ് ദ സെക്സി ആക്ഷൻ വാസ് ജസ്റ്റ് നെക്സ്റ്റ് ലെവൽ, ഒന്നും പറയാനില്ല. ഞാൻ സിമ്പ് ചെയ്യല്ല. സോ എനിക്കറിയാം ഷീ ഈസ് എ വെരി ബോൾഡ് ആൻഡ് വെരി ഗുഡ് ലുക്കിംഗ് ആക്ട്രസ്. സോ അങ്ങനെ ഒരു പൂക്കി ഒരു സ്ത്രീ ഇത്രയും ഫിയേഴ്സ് ആയിട്ട് ആക്ഷനൊക്കെ എത്ര സ്മൂത്ത് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ട് അറിയാം. പക്ക ഒരു ജോൺ വിക്കിന് ഒരു മോളുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവില്ല, മൾട്ടിവേഴ്സിലെ ജോൺ വിക്കിൽ ഒരു ഫീമെയിൽ വേർഷൻ എങ്ങനെ ഉണ്ടാവും, അത്രയും സ്മൂത്ത് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഓരോ ചാട്ടവും അറയലും അടിയും വെടിയും പുകയും എല്ലാ ആക്ഷൻ സീൻസും. അന ഡി അർമാസ് ജസ്റ്റ് ലിറ്ററലി സെറ്റ് ദ സ്ക്രീൻ ഓൺ ഫയർ. ആൻഡ് ഇനിയിപ്പോൾ എനിക്ക് ബാലറീന അല്ലെങ്കിൽ ഈവ് മക്കാറോ അല്ലെങ്കിൽ കിക്കി മൂടോ അങ്ങനെ എന്ത് വേണം പറയാം, ഈ റോളിൽ വേറെ ഒരാൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും മികച്ച രീതിയിൽ തന്നെ ആക്ഷൻ വൈസ് ആയാലും ഇമോഷൻ വൈസ് ആയാലും ആ ഒരു സ്ക്രീൻ പ്രസൻറ്റ് വൈസ് ആയാലും അന ഡി അർമാസ് 10ൽ 10 തന്നു. ഐ ജസ്റ്റ് ലവ് ഹർ മാൻ. ആൻഡ് ദിസ് ഫിലിം ഇസ് യെറ്റ് അനദർ പീക്ക് അന ഡി അർമാസ് ഷോ. ആൻഡ് അന ഡി അർമാസിൻ്റെ ഒരു ക്യാരക്ടറിനെ, അന ഡി അർമാസിനെയും കൂടുതൽ ആക്ഷൻ ഫിലിംസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. വെറും ഒരു നല്ലൊരു ആക്ടിങ് കാലിബർ ഉള്ളൊരു നടി അല്ലെങ്കിൽ വളരെയധികം ഗോർജിയസ് ആയ നടി എന്ന ഒരു ലേബലിലാണ് ഇത്രയും കാലം അന ഡി അർമാസ് അറിയപ്പെട്ടത്. ഇനി അങ്ങോട്ട് വളരെയധികം മികച്ച ഒരു ആക്ഷൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു രീതിയിലും അന ഡി അർമാസ് തീർച്ചയായും അറിയപ്പെടും എന്നുള്ള രീതിയിൽ തന്നെ പ്രൂവ് ചെയ്യുന്ന ഒരു വർക്കാണ് ബാലറീനയിൽ അന ഡി അർമാസ് ചെയ്ത് വെച്ചാൽ. പിന്നെ ഇതിനുള്ള ബാക്കി സൈഡ് ക്യാരക്ടേഴ്സും കുറേ ജോൺ വിക്കിലെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയ മൈന്യൂട്ട് ഫോൾട്ടിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇതിൽ കുറച്ച് 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. നോർമൻ റൈഡേഴ്സിൻ്റെ ക്യാരക്ടറും പിന്നെ നമ്മുടെ ഫ്രം എന്ന് പറഞ്ഞ സീരീസിലെ അതിലൊരു ടാബിത്ത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത ഒരു പുള്ളിക്കാരത്തിൻ്റെ റിയൽ ലൈഫ് നെയിം എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രമ്മിൻ്റെ റെഫറൻസ് തരുന്നത്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സോ ഇവർ രണ്ടാളെയും അത്യാവശ്യം വളരെ ഒരു എന്താ പറയുക ഫേമസ് ആയ ആക്ടേഴ്സാണ്. സോ ഇവർക്ക് അത്യാവശ്യം നല്ലൊരു പ്രോമിനൻ്റ് റോൾ തരുന്നുള്ള ടീസ് ചെയ്ത് ഒരു ബിൽഡപ്പ് ചെയ്തിട്ട് ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ട് തീർത്തും സാറ്റിസ്ഫാക്ഷൻ തരാണ്ടാണ് ഇവരുടെ ക്യാരക്ടേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തത്. എസ്പെഷ്യലി നോർമൻ റീഡേഴ്സിനെയൊക്കെ വാക്കിംഗ് ഡെഡ് ഫാൻസ് എത്രത്തോളം ഒരു പീക്ക് ചങ്ങായിയാണ്. സോ പുള്ളിക്കാരനൊക്കെ ജസ്റ്റ് ഞാൻ വിചാരിച്ചു സിനിമയിലെ ബിഗ് ബാഡ് അല്ലെങ്കിൽ സിനിമയിലെ വളരെയധികം ഒരു തൂക്കാൻ സാധ്യതയുള്ളൊരു മനുഷ്യനാണ്. കാരണം അത്രയും കാലിബറുള്ളത് നടനാണ് പുള്ളിക്കാരനൊക്കെ. ചുമ്മാ കൊണ്ട് വലിയ ബിൽഡപ്പിൽ കാണിച്ചിട്ട് വേസ്റ്റ് ചെയ്ത് വിട്ട ഒരു പൊട്ടൻഷ്യലായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മളെ ഫ്രമ്മിലെ ടാബിത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്താൽ നടിയും. സോ അങ്ങനെ കുറച്ച് അൺയൂസ്ഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ഉണ്ട്. സോ അതൊരു ചെറിയ മൈന്യൂട്ട് ഫ്ലോ ആയിട്ട് വേണമെങ്കിൽ ഇതിലും ഫ്ലോ എന്ന് നമ്മൾ നോക്കില്ല. കാരണം അത്രയും ടെക്നിക്കലി ആൻഡ് ആക്ഷൻ വൈസ് ഒക്കെ സെറ്റായ സാധനം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇങ്ങനെ അനുഭവിച്ച് വരുമ്പോൾ നമ്മൾ ഈ മൈന്യൂട്ട് ഫ്ലോസ് ഒന്നും അനുഭവം പോലും പെടില്ല. ഇത് ഞാൻ ഫൈനലി ഫിലിം കണ്ടതിന് ശേഷം ഒരു ഓവറോൾ ഒന്ന് റിവൈസ് ചെയ്തു. സോ ഹൗ വാസ് ദിസ് ഫിലിം അങ്ങനെ റിവൈസ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെയും അവിടെയും എന്താണ് കുഡ് ഹവ് ബീൻ ഇംപ്രൂവ്ഡ്. ഒരു പ്രശ്നമല്ല, ബട്ട് കുഡ് ഹവ് ബീൻ യൂസ്ഡ് മോർ എന്നുള്ള രീതിയിൽ തോന്നിയ കുറച്ച് മൈന്യൂട്ട് എറേഴ്സ് അല്ലെങ്കിൽ ഇംപ്രൊവിസൻ ആവശ്യപ്പെട്ട കുറച്ച് എലമെൻറ്റ്സ് ആയിട്ട് തോന്നിയത്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കിടിലനായിരുന്നു. ഇത് ഇലക്ട്രിഫൈങ് സ്റ്റാർട്ടാണ്. അതിൻ്റെ ഒരു വൈൽഡ് ഫയർ എൻഡിങ് ആണ്. വൈൽഡ് ഫയർ മീൻസ് ലിറ്ററലി വൈൽഡ് ഫയർ. ഫ്ലെയിം ത്രോവർ വെച്ചിട്ടൊക്കെ ഒരു പരിപാടിയുണ്ട് മോനെ. കണ്ണിന് സിനിമാറ്റിക് ഐഗാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സംഭവം കിട്ടാൻ വക്കുള്ളൊരു സംഭവമാണ് വിഷയ സാധനം. സോ കിടിലൻ സ്റ്റാർട്ടും കിക്കിടിലൻ എൻഡിങ്ങും ഉണ്ട്.
സോ ഒരു ഫിലിം നല്ല രീതിയിൽ തുടങ്ങി അതിനേക്കാൾ നല്ല രീതിയിൽ എൻഡ് ചെയ്താൽ വേറെ ഒന്നും വേണ്ട ഒരു ഫിലിം ലവറിന്. ബട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ ഏതാനും ഒരു പോർഷൻ, സെക്കൻഡ് ഹാഫ് ഫുള്ള് പെട സാധനമാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു കുറവും പറയാനില്ല, പെടയോട് പെട സാധനമാണ്. ഫസ്റ്റ് ഹാഫിലെ ആ ഒരു പീക്ക് സ്റ്റാർട്ടിങ്ങിന് ശേഷം പിന്നെ ഒരു ഇൻ്റർവെൽ ബാങ് അല്ലെങ്കിൽ ഇൻ്റർവെല്ലിലെ കുറച്ച് എൻഡിൽ കുറച്ച് ഒന്ന് ഓൺ ആവുന്നുണ്ട്. സോ അതിൻ്റെ ഇടയിലുള്ള ഒരു മിഡ് പോർഷൻ കുറച്ചൊരു ഔട്ട് ഓഫ് ട്രാക്ക് ആയ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവിടെ കുറച്ചും കൂടെ ക്രിസ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എൻഗേജിങ് ആക്കായിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ ഒന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ ഒരു മിനിമലാണ്, ഒക്കെ എന്താണ് കറക്റ്റാണ്. ബട്ട് അവിടെ കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ഫാക്ടർ വന്നിരുന്നില്ല. പക്ഷേ അതാരും ശ്രദ്ധിക്കില്ല. കാരണം നമുക്കറിയാം വലിയ വലിയ അടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു ആൻറ്റിസിപ്പേഷൻ എന്നുള്ളൊരു സംഭവം നമുക്ക് ജോൺ വിക്ക് ഫിലിമൊക്കെ കാണുമ്പോൾ നമുക്കറിയില്ലേ, ജോൺ വിക്ക് കാണുമ്പോൾ ഓക്കെ ഇപ്പം ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഈ ഒരു സംഭവം ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി നമ്മളെ വിക്കണ്ണൻ അഴിഞ്ഞാടി വിടാനുള്ള ഒരു സംഭവത്തിന് നമ്മൾ തിരി കൊളുത്തുക എന്നറിയില്ല, തിരി കൊളുത്താൽ നമുക്ക് ലിറ്ററലി ഫീൽ ചെയ്യാൻ പറ്റും. അടുത്തിരി ഇങ്ങനെ തിരി കത്തി എക്സ്പ്ലോഷൻ നടക്കുന്നതിന് മുന്നേ ഒരു കത്തലിനൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ആ ടെൻഷൻ ഇവിടെ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാൻ പറ്റിയില്ല. അതിന് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ കാരണമാണ് എനിക്ക് ആ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് അധികം നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു സമയം തന്നിട്ടില്ല. കാരണം ദേ ഫോക്കസ്ഡ് ഓൺ ആക്ഷൻ ആൻഡ് ദോസ് ആക്ഷൻ വാസ് റിയലി ഗുഡ്. എക്സെപ്ഷണൽ മൈൻഡ് ബ്ലോയിങ് ആക്ഷൻ എന്നൊന്നും പറയുന്നില്ല. കാരണം ജോൺ വിക്ക് ഫിലിംസ് എന്ന് പറയുമ്പം ലിറ്ററലി ആക്ഷൻ ഫിലിംസിൻ്റെ ഒക്കെ ഒരു എൻസൈക്ലോപീഡിയ എന്നൊക്കെ വേണം പറയാം. ഓരോ സിനിമ വരുമ്പോൾ ഓരോ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇതിലെ ഫൈറ്റ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങളുണ്ടെങ്കിലും എക്സെപ്ഷണൽ ജോൺ വിക്ക് ഫിലിം പോലെ കിയാനു റീവ്സിൻ്റെ പോലെ അങ്ങനെയൊന്നും പറയാനില്ലെങ്കിലും ഇതിന് കാണിച്ച സാധനമൊക്കെ നമ്മൾ മുൻപും പല സ്ഥലത്ത് കണ്ടതാണെങ്കിലും ആനാ ഡി ആർമാസ് അത് ചെയ്യുമ്പോഴും, കാരണം നമ്മൾ മെയിൻ കണ്ടത് കുറേ ആണുങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു പെണ്ണൊരുത്തി വന്ന് ഇത് അഴിഞ്ഞാടി വിടുമ്പം കിട്ടുന്ന ഒരു ഫ്രഷ് ഫീൽ തന്നെയാണ് ഇത്ര ഒരു ടിപ്പിക്കലായിട്ട് അല്ലെങ്കിൽ നോട്ട് സോ സ്പെഷ്യൽ ആയുള്ള ആക്ഷൻ സീനിന് വേറെ ലെവലാക്കി മാറ്റിയത്. ആൻഡ് കിയാനു റീവ്സ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കിയാനു റീവ്സിൻ്റെ ക്യാരക്ടർ ഈ ഫിലിമിൽ ഒരു ക്യാമിയോ ചെയ്യുന്നുണ്ട് ആസ് ജോൺ വിക്ക്. ബിക്കോസ് ഇത് ജോൺ വിക്ക് 4 മുന്നിൽ അല്ലെങ്കിൽ ജോൺ വിക്ക് 3 പാരബലം അതിൻ്റെ ഒരു ടൈം ലൈനിൽ നടക്കുന്ന ഒരു പടമാണ്. സോ ആ ഒരു ക്യാമിയോ അൺനെസസറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അൺനെസസറി മീൻസ് ഇത് ആ ടീസർ അനൗൺസ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ടീസറിൽ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് അറിയാമായിരുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഓഫ് കോഴ്സ് ആളെ തിയേറ്ററിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കിയാനു റീവ്സിൻ്റെ ജോൺ വിക്കിനെ കൊണ്ടുവെക്കുന്നത്. ബട്ട് സ്റ്റിൽ അത് ഈ ക്യാമിയോ ഇല്ലെങ്കിൽ പോലും പടത്തിനെ യാതൊരു ഇത് പടം ഡൗൺ ആവുകയൊന്നും ചെയ്യില്ലേ. ബട്ട് അവർക്കൊന്നും ആളെ കയറ്റാൻ വേണ്ടിയിട്ട് അവർ കിയാനു റീവ്സിനെ പടത്തിൽ ഇറക്കി കളിച്ചു. ജസ്റ്റ് പേരും റെഫറൻസും തന്നാൽ തന്നെ വേറെ ലെവൽ പോയിരുന്നു. ഈവൻ ഇൻഫാക്ട് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കിയാനുവിൻ്റെ ഒരു ക്യാമിയോ കാണിച്ച് സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് ഒരു ഫൈറ്റ് സീനൊക്കെ കൊടുത്തൊരു ക്യാമിയോ ഉണ്ട്. ആ ഒരു എക്സ്റ്റെൻഡഡ് ഫൈറ്റ് സീൻ ക്യാമിയോ വേണമെന്നില്ലായിരുന്നു. അത് ഇല്ലെങ്കിൽ കൂടുതൽ നന്നായതെന്നാണ് എൻ്റെ ഒരു ഇത്. ബട്ട് ഓക്കെ, ബട്ട് ഓവറോൾ നോക്കുമ്പോൾ ജോൺ വിക്ക് ഉണ്ടെങ്കിലും ഓക്കെ, നമുക്ക് പുള്ളിക്കാരനെ കാണാൻ പറ്റി എന്നുള്ളൊരു പ്ലസ് അല്ലാണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു വേണ്ടായ്മ അല്ലെങ്കിൽ ഒരു മോശം കാര്യം എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ കിയാനു റീവ്സിനെ ജോൺ വിക്കിനെ ഇറക്കി കളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ, ആക്ഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് അതിലങ്ങ് ലയിച്ച് പോയിക്കോളും. ഞാനതൊക്കെ കണ്ട് അവസാനം റിവ്യൂ ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ ആലോചിച്ചു ഇപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. അപ്പം അങ്ങനെ നിപ്പിക്ക് ചെയ്ത് ഇങ്ങനെ പെറുക്കി എടുത്തിട്ട് ഓരോന്ന് പറയുന്നതുള്ളൂ. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ ജോൺ വിക്ക് ഫിലിം ഫ്രാഞ്ചൈസി ലവർ ആൻഡ് ആൻ ആക്ഷൻ ഫിലിം ലവർ ആൻഡ് ആൻ ആനാ ഡി ആർമാസ് ഫാൻ ആൻഡ് ഡോൾബി അറ്റ്മോസ് ഫാൻ. കാരണം ഡോൾബി അറ്റ്മോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു സൗണ്ട് എഫക്റ്റ് എനിക്കിങ്ങനെ തരുന്നൊരു അഡ്രിനൽ, അതിൻ്റെ ഇൻട്രോ തന്നെ ഡോൾബീൻ്റെ എനിക്ക് എപ്പോൾ കേട്ടാലും തിയേറ്ററിൽ അഡ്രിനൽ കിക്ക് വേണം. സോ ഒരു ഡോൾബിയിൽ കിട്ടുന്ന ഒരു പഞ്ചിന് വേണ്ടി ടൈലർ മെയ്ഡ് ചെയ്തൊരു പടം. കാരണം ഓരോ എക്സ്പ്ലോഷനും ഓരോ അടിയും വെടിയും പുകയും ഗ്രനേഡ് പൊട്ടലും പഞ്ചും സ്ലാഷസ് ഒക്കെ ഇങ്ങനെ ഡോൾബിയിൽ കുലുങ്ങി കേട്ടും നമുക്ക് വി ക്യാൻ ഫീൽ ദാറ്റ് വൈബ്രേഷൻ ഇൻ അവർ ഹാർട്ട്. സോ അതാണ് എനിക്ക് വേണ്ടത്. ആ ഒരു കിക്ക്, ആ ഒരു അഡ്രിനലൈൻ സംഭവമൊക്കെ നമുക്ക് ഈ ഒരു ഡോൾബിയിൽ കൂടെ കിട്ടും. സോ ഡോൾബി തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കറുള്ള നല്ലൊരു പ്രൊജക്ടറൊക്കെ ഉള്ള ഒരു തിയേറ്റർ തന്നെ നിങ്ങൾ ഫിലിം കാണാൻ. എന്തുകൊണ്ടും നമ്മുടെ റിവ്യൂ ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായി. സോ ബാലറീന വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊരു ഫിലിമായിരുന്നു. ആൻഡ് അത് എന്താണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് അതേ ലെവലിൽ തന്നെ തന്നൊരു ബാഡാസ് കിക്കാസ് കില്ലർ സെക്സി ഫിലിമാണ് ബാലറീന. സോ നിങ്ങൾ ജോൺ വിക്ക് ഫാൻ ആണെങ്കിൽ കണ്ണും പൂട്ടി പോയി കാണുക, ആക്ഷൻ ഫാൻ ആണെങ്കിൽ കണ്ണും പൂട്ടി പോയി കാണുക. അല്ലാണ്ട് വേറെ ഒന്നും പറയില്ല. എനിക്ക് ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഐ ആം ടോട്ടലി my paisa was totally vasool and this is Superman.
പോയി കണ്ടടിച്ച് പൊളിച്ച് വരാൻ പറ്റിയൊരു സാധനം. ആൻഡ് ജോൺ വിക്ക് ഫ്രാഞ്ചൈസീൻ്റെ ഫ്യൂച്ചർ അറിയാൻ ഞാൻ കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആണ്. കാരണം ഇപ്പോൾ ഈ ഒരു പടം കൂടെ വന്നപ്പം അവർക്ക് യാതൊരു ഗ്രാഫും ഡൗൺ ഇല്ലാത്തൊരു ഫ്രാഞ്ചൈസി മാറിപ്പോവുകയാണ്. എല്ലാ പടവും കിടിലൻ ഇതുവരെ ഒരു ഫ്ലോപ്പ് സ്റ്റാറ്റസും ഇല്ല. പടം മേ ബി എക്കണോമിക്കലി ബോക്സ് ഓഫീസിലൊക്കെ തോറ്റാലും ഒരു ഫിലിം വൈസ് ജോൺ വിക്ക് 1, 2, 3 പിന്നെ ഈ ഒരു ബാലറീന 4 4 കിടിലനായിട്ട് പോകുന്നൊരു അബവ് ആവറേജ് ഒരു സെറ്റപ്പുള്ള പടങ്ങളാണ് ഈ യൂണിവേഴ്സിലുള്ളത്. ആ ഒരു കൺസിസ്റ്റൻസി ഇനിയും പോട്ടെ. ജോൺ വിക്ക് 5 ഒക്കെ വരുന്നുണ്ട്. അത് എന്തിനാണ് കൊണ്ടുവരുന്നത് അറിയില്ല. ഇൻ ചാറ്റ് സ്റ്റാറ്റൽസ്കി വി ഹോപ്പ്. സോ ജോൺ വിക്ക് 5 അങ്ങനെ എല്ലാം ഈ ഒരു യൂണിവേഴ്സ് കിടിലനായി ഇനിയും ഗ്രോ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആസ് എ സാറ്റിസ്ഫൈഡ് ഫിലിം വ്യൂവർ ഓർ ജോൺ വിക്ക് ഫിലിം ഫ്രാഞ്ചൈസി ലവർ ഈ ഫിലിം തിയേറ്ററിൽ തന്നെ അനുഭവിക്കാൻ സാധിച്ചൊരു സന്തോഷത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് മീ ജോൺ ഫ്ലിക്ക്. ജോൺ വിക്ക് അല്ല, ജോൺ ഫ്ലിക്ക്. ജോൺ വിക്ക് ഫ്രാഞ്ചൈസിയിലൊരു ഫിലിം റിവ്യൂ ചെയ്ത ജോൺ ഫ്ലിക്ക് സൈനിങ് ഓഫ് ഫ്രം എൻസിനിക്ലോ.